SJR കുമാർ നമ്മോടൊപ്പമുണ്ട്. ശ്രീ SJR കുമാർ, ഒന്ന് രജിന്റെ വാക്കുകൾ കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അങ്ങേക്ക് പറയാം. ഞാൻ ആദ്യമേ ക്ലാരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിൻ്റെ വാചകം തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ കോട്ട് ചെയ്യാണ്. ദി സുപ്രീം കോർട്ട് സ്റ്റേറ്റഡ് ദാറ്റ് വൈൽ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ദർ ഈസ് നോ ഫ്രീ പാസ് ഓർ ബ്ലാങ്കറ്റ് അംനസ്റ്റി ഫോർ ഇൻഡിവിജ്വൽസ് എൻഗേജിങ് ഇൻ വയലൻസ്. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഒരിക്കലും ഈ സമരത്തിന് അനുകൂലമായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ദി സുപ്രീം കോർട്ട് സ്റ്റേറ്റഡ് ദാറ്റ് വൈൽ പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ദർ ഈസ് നോ ഫ്രീ പാസ് ഓർ ബ്ലാങ്കറ്റ് അംനസ്റ്റി ഫോർ ഇൻഡിവിജ്വൽസ് എൻഗേജിങ് ഇൻ വയലൻസ്. അതാണ് എ ബെഞ്ച് ലെഡ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് എംഫസൈസ് ദാറ്റ് excessive police force against innocents is unacceptable, but protesters do not have the right to injure police. Protesters does not have the right to police. ഇതാണ് എക്സാക്ട്ലി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇവിടെ തർക്കിച്ചിട്ട് കാര്യമില്ല. ഇത് പത്രമാധ്യമങ്ങളെല്ലാം വന്ന വിഷയമാണ്. സുപ്രീം കോടതിയിലെ ദൈനംദിനമായ കാര്യങ്ങൾ അറിയുന്ന പലരും ഉണ്ട്. നമുക്കൊക്കെ അറിയാം എന്താ സംഭവിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും സുപ്രീം കോടതി വളരെ കൃത്യമായ സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. അതിൽ ആരൊക്കെ എഗനിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ വയലൻസിന് എഗനിസ്റ്റ് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് റൈറ്റ് വയലൻസ് ചെയ്യാനായിട്ട്, വയലൻസ് അതായത് അക്രമം നടത്താൻ ഒരാൾക്കും അവകാശമില്ല. അപ്പം അങ്ങ് നേരത്തെ കോൺഗ്രസ് പ്രതിനിധികൾ പറഞ്ഞ നിലയ്ക്കൽ നടന്ന പ്രക്ഷോഭത്തിന് ഞാനും അവിടെ സന്നിഹിതരായിട്ടുള്ള ആളാണ്. ഞാനും ധാരാളം പോലീസ് പീഡനം അനുഭവിച്ചിട്ടുണ്ട്. 1000-ഓളം കേസുകൾ എൻ്റെ പേരിൽ കഴിഞ്ഞ സർക്കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസ് പീഡനമൊക്കെ നമുക്കറിയാം. അപ്പോൾ കള്ളക്കേസ് നടത്തുകയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങളിവിടെ ആലോചിച്ച് നോക്കൂ, ഈ ഡൽഹിയിൽ നടന്ന സമരത്തിൽ ഈ സർക്കാർ തെരഞ്ഞു പിടിച്ച് അവിടുത്തെ ഈ കുറ്റകൃത്യം ചെയ്തവരുടെ പേരിൽ മാത്രമാണ് കേസെടുത്തത്. അല്ല ഒന്നടങ്കം ഇവിടെ കേസെടുത്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഈവൻ കോടതിയിൽ എത്തുന്ന പോലും അത്തരം ആളുകളെ കേസെടുത്തു എന്ന് പറഞ്ഞിട്ടല്ല. ഈ കേസ് ഇത് സർക്കാർ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പോയപ്പോഴാണ് കോടതി ഈ കാര്യം ഞാനീ പറഞ്ഞ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ വയലൻസിന് വേണ്ടിയിട്ട് എടുത്ത കാര്യങ്ങൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ ഇത്തരം വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തുന്നവർക്കെതിരെയും നടപടിയെടുക്കണം എന്ന് തന്നെ ഈ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കാരണവശാലും സുപ്രീം കോടതി അവിടെ നടന്ന ഈ നരനായട്ടിനെ അനുകൂലിക്കുന്നില്ല. പിന്നെ നമ്മൾ ഏറ്റവും അറിയേണ്ട ഒരു വിഷയമുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിലെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ നിലയ്ക്കൽ വിഷയം തന്നെ ആലോചിച്ച് നോക്കൂ. അവിടെ സത്യം പറഞ്ഞാൽ ആരും പോലീസിനെ ആക്രമിച്ചില്ല. സ്വയം പലരും പല ആക്രമണങ്ങളിൽ പെടുകയും ഒക്കെ ചെയ്തപ്പോഴേ സംഭവിച്ചു. പക്ഷേ ഡൽഹിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഡൽഹിയിൽ ഈ പറഞ്ഞ ജന്തർ മന്ദറിൽ അവിടെ നിന്ന് തുടങ്ങിയ ഈ പ്രക്ഷോഭകാരികൾ പാർലമെൻറ്റിലേക്ക് അടുക്കുന്നു. സത്യം പറഞ്ഞാൽ നിരോധിത മേഖലയാണ്. അത് പോട്ടെ, സമരത്തിൽ ചിലപ്പോൾ അതൊക്കെ വാലിഡിറ്റി എന്നിരിക്കാം. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അവർ സമാധാനമായിട്ടല്ല യാത്ര ചെയ്തെന്ന് നമ്മൾ കാണണം. ബാരിക്കേഡുകൾ തകർത്തു, പോലീസ് സംവിധാനം പാലിച്ചു. പക്ഷേ അതിനിടയിൽ നടന്ന കാര്യങ്ങളാണ് ഈ പോലീസുകാരുടെ നേരെ കല്ലെറിയുകയും പല കാര്യങ്ങളും ചെയ്തു. ഈ പാർലമെൻറ്റിലേക്ക് ഇത് കടന്നു കയറിയെന്ന് എന്തായിരിക്കും സംഭവിക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ഗേറ്റിനടുത്ത് വരെ എത്തിയ ഈ സമരത്തെ നിർത്തേണ്ടത് പോലീസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സേനകളുടെ ഒരു ആവശ്യമല്ലേ, നമ്മുടെ നാടിൻ്റെ ആവശ്യമല്ലേ. ഈ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം, അതായത് ഈ ഒരു സംയമനം പാലിക്കാതെയുള്ള ഒരു ക്രൗഡ്, ഒരിക്കലും വയലൻസിലേക്ക് വീഴാൻ പാടില്ലാത്തൊരു ക്രൗഡ് അതിന് തയ്യാറാകുകയും, രണ്ടാമത് പോലീസ് സേനയെ, അത് തടയാൻ ശ്രമിക്കുന്ന പോലീസ് സേനയെ ഈ സാധാരണഗതിയിൽ നമ്മൾ എത്രയോ സമരങ്ങൾ കണ്ടിരിക്കുന്നു, നമ്മളൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. ഇത്തരത്തിലാണോ സമരം ചെയ്തിരിക്കുന്നത്? അപ്പോൾ പോലീസിനെതിരെ ആക്രമിക്കുകയും ഏത് തരത്തിലും പാർലമെൻറ്റിനുള്ളിലേക്ക് കയറാനും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തയ്യാറായി തന്നെയായിരുന്നു മുമ്പോട്ട് പോയത്. അതിനോടൊപ്പം പോലീസിനെ ആക്രമിക്കുകയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, ഈ സുരക്ഷ നൽകുന്ന പോലീസുകാർ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ്, രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അവരെ ആക്രമിക്കുകയും അവരുടെ നേരെ കല്ലെറിയുകയും നമുക്കറിയാം അവിടെ പ്ലേറ്റുകൾ, അതുപോലെ ടൈൽസ്, അതിത്ര റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ടൈൽസ് ഒടിച്ചിട്ട് അതിന് ഷാർപ്പായിട്ടുള്ള കോർണർ വെച്ചിട്ട് അതിന് പോലീസുകാരെ ഉപദ്രവിച്ച് കുത്തി എന്തെല്ലാമാണ് നടന്നത്, ഏതൊക്കെ തരത്തിൽ നമുക്കൊക്കെ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ നടക്കുന്ന ഒരു സമരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്? ഈ പോലീസുകാർ അവരെ കൊല്ലാൻ നിർത്തിയാൽ മിണ്ടാതിരിക്കണം എന്നാണോ പറയുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും അവസരത്തിനൊത്ത് പെരുമാറാൻ തന്നെയാണ് പോലീസ് സേന, അതിനുള്ള അധികാരമുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ പലപ്പോഴും വെടിവെക്കാൻ പോലും അധികാരമുണ്ട്. പക്ഷേ അതുപോലെ എന്നിട്ട് അത്രയധികം സംയമനം പാലിച്ചു. ശരിക്കും ഞാൻ ഈ സമരത്തെ കണ്ടത് ഇത്രയധികം സംയമനം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എങ്ങനെയാണെന്ന് എനിക്ക് അതിശയിപ്പിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അതുകൊണ്ട് എക്സസീവ് ഫോഴ്സ് ഉപയോഗിച്ചായിട്ട് ഒരിടത്തും പറയുന്നില്ല, കോടതിയും പറയുന്നില്ല.
അത് എക്സസീവ് ഫോഴ്സ്, അതായത് സമാധാനപരമായിട്ടുള്ള ഇപ്പോൾ ശബരിമല പ്രക്ഷോഭം പോലുള്ള സമയത്ത് നമ്മുടെ പേര് കേസെടുക്കുന്നതാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ എക്സസീവ് ഫോഴ്സ് ഉപയോഗിച്ച് ഈ സമരം തടയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത് ഈ സമരത്തിനുള്ളിൽ അക്രമകാര്യം കടന്നു കയറി അത് അവരുടെ കയ്യിൽ നിന്ന് പോയി. അവർ തീർച്ചയായിട്ടും പാർലമെൻറ്റ് ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു പോരുന്നത്. അന്ന് പോലീസ് സേന കൃത്യമായിട്ടും വരെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് സ്ഥിതി വളരെ വ്യത്യസ്തമായിരുന്നേനെ. അവിടെ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ കുറച്ചുകൂടെ ന്യൂട്രൽ, ഞാൻ ഒരാളുടെ പക്ഷം പറയില്ല, ഞാനൊരു ന്യൂട്രൽ സ്റ്റാൻഡിലാണ് പറയുന്നത്. കാരണം രാജ്യത്ത് നിലനിൽക്കേണ്ട ഒരു അന്തരീക്ഷമുണ്ട്. ഇനി അതിലൊക്കെ പോട്ടത് മറ്റൊരു കാര്യം ഞാൻ പറയാം. ഈ സമരത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ ഹിന്ദുക്കൾക്കെതിരെ സനാതനധർമ്മത്തിനെതിരെ മുദ്രാവാക്യം വന്നത്? പലരും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തല്ല, അത് ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് തന്നെ അത് പറയാൻ അത് ശരിയല്ല എന്നൊന്നും പറയുന്നില്ല. നമ്മളെല്ലാം കേട്ടതാണ്. എന്തടിസ്ഥാനത്തിലാണ് രാജ്യത്തിനെതിരെയുള്ള മുദ്രാവാക്യം എങ്ങനെ വന്നു? ഹിന്ദുക്കൾക്കെതിരെയുള്ള മുദ്രാവാക്യം എങ്ങനെ വന്നു? ക്ഷേത്രം ആക്രമിക്കപ്പെട്ടില്ല, നിങ്ങൾക്കറിയാമോ? ഹനുമാൻ മന്ദിറിന് കല്ലേറുണ്ടായി. സംയമനം പാലിച്ചുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ബജരംഗ് പോലുള്ള ശക്തിയുള്ള ഒരു സംവിധാനം ഇന്ന് ഭാരതത്തിലുണ്ട്. അവർ പോലും സംയമനം പാലിച്ചു. കാരണം എന്തടിസ്ഥാനത്തിലാണ് ഈ പിന്നെ ഹനുമാൻ ക്ഷേത്രത്തിൽ കല്ലെറിഞ്ഞത് ഈ ആക്രമകാരികൾക്ക്? അതുകൊണ്ട് ഇത് തികച്ചും വിദ്യാർത്ഥി സമരമാണെന്ന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ മറ്റുള്ള ദേശവിരുദ്ധ ശക്തികളും മറ്റ് പല പ്രയോജനങ്ങൾ കണ്ടുകൊണ്ടും രാഷ്ട്രീയക്കാരും എല്ലാം അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്.